ഗുഡ് മോർണിംഗ്. ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിലത്തെ ഡിവിഡൻഡ് ഡിസിഷനിലത്തെ അടുത്ത ക്ലാസ്സിലേക്ക് നമുക്ക് കടക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വാൾട്ടേഴ്സ് മോഡലാണ് ഡിസ്കസ് ചെയ്തത്. വാൾട്ടേഴ്സ് മോഡൽ പ്രകാരമുള്ള ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചു. അത് വെച്ചിട്ടുള്ള ഒരു പ്രോബ്ലം വർക്കൗട്ട് ചെയ്തു. അതിലെന്താ പറയണമെന്ന് വെച്ചാൽ കമ്പനിയുടെ ദാറ്റ് ഈസ് റീഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ട് ചെയ്യുന്ന റിട്ടേൺ കെയിനേക്കാൾ കൂടുതലാണെങ്കിൽ നമ്മൾ 100% റിട്ടൻഷൻ ഫോളോ ചെയ്യണം, ഒരു ഡിവിഡൻഡ് പോലും കൊടുക്കണ്ട. അതേസമയം കെയിനേക്കാൾ കുറവാണെങ്കിൽ നമ്മൾ റീറ്റെയിൻ ചെയ്ത് വെക്കേണ്ട, ഫുള്ളും ഡിവിഡൻഡായിട്ട് കൊടുക്കുക. രണ്ടും ഈക്വൽ ആണെങ്കിൽ പ്രത്യേകിച്ച് ഒരു മാറ്റമില്ല. അതുകൊണ്ട് നമുക്ക് എന്ത് ഡിസിഷൻ വേണമെങ്കിലും എടുക്കാം. ഡിവിഡൻഡ് പോളിസി ഇറലവൻ്റ് ആണ്. അതാണ് നമ്മൾ കഴിഞ്ഞ പ്രോബ്ലം ഒരു വർക്കൗട്ട് ചെയ്യുകയും ചെയ്തു, നമ്മൾ അതിന് ഇൻ്റർപ്രിട്ടേഷൻ എഴുതുകയും ചെയ്തു. ഇനി നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. വാൾട്ടേഴ്സ് മോഡലിൻ്റെ ഒരു പ്രോബ്ലം കൂടി നമുക്ക് വർക്കൗട്ട് ചെയ്യാം. ക്യാപിറ്റലൈസേഷൻ റേറ്റ് 10%, ഏർണിംഗ്സ് പെർ ഷെയർ 10, assumed rate of return on investment 20%, 10%, 8%. Show the effect of dividend policy on the market price of share using Walters model at the following payout ratios 20%, 40% and 80%. നേരത്തെ പോലെ തന്നെയാണ്, ഒരു വ്യത്യാസമൊന്നുമില്ല. ക്യാപിറ്റലൈസേഷൻ റേറ്റ് തന്നിട്ടുണ്ട്, അതുതന്നെയാണ് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി KE 10%, ഏണിങ്സ് പെർ ഷെയർ ₹10, ഒരു ഷെയറിന് 10 രൂപ വെച്ചാണ് നമ്മൾ ഏൺ ചെയ്യുന്നത്. ദെൻ 3 Rകൾ തന്നിട്ടുണ്ട്, 20%, 10% ആൻഡ് 8%. അതുപോലെ 3 DP റേഷ്യോ. കഴിഞ്ഞ പ്രോബ്ലത്തിൽ 4 ഉണ്ടായിരുന്നു, ഇതിൽ 3 തന്നിട്ടുള്ളൂ. 20%, 40% ആൻഡ് 80%. അപ്പോൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ ചെയ്തോണം തന്നെ എന്ത് ചെയ്യണം, ഒരു DP റേഷ്യോയിൽ 3 R വെച്ചിട്ടുള്ളതാണ്. അങ്ങനെ ഓരോ DP റേഷ്യോയിലും 3 R വെച്ചിട്ടുള്ള പ്രോബ്ലമാണ് നമ്മൾ വർക്കൗട്ട് ചെയ്യേണ്ടത്. ആദ്യം ഇക്വേഷൻ എഴുതാം. P = D + R / KE × E - D / KE. അതിൽ നമുക്ക് ആദ്യം എന്ത് കണ്ടുപിടിക്കാം, ഡികൾ. 3 ഡികളുണ്ട്. എത്രയാണ് പെർസെൻറ്റേജ്? 20, 40, 80. എന്തിൻ്റെ മുകളിലാണ് നമ്മൾ പെർസെൻറ്റേജ് കാണേണ്ടത്? ഏർണിങ്സിൻ്റെ മുകളിൽ പെർസെൻറ്റേജ് കാണണം. അപ്പോൾ 10ൻ്റെ മുകളിൽ 20% കാണുമ്പോൾ നമുക്ക് 2 കിട്ടും, 40% കാണുമ്പോൾ നമുക്ക് 4 കിട്ടും, 80% കാണുമ്പോൾ നമുക്ക് 8 കിട്ടും. അങ്ങനെ 3 ഡികൾ നമ്മൾ എഴുതി. ദെൻ അടുത്തത് നമുക്ക് ആവശ്യം 3 ആറുകളുണ്ട്. ഏതൊക്കെയാണ്? 20, 10, 8. ഡെസിമലാക്കിയിട്ട് എഴുതാം. 0.20, 0.10, 0.08. അടുത്ത് നമുക്ക് ആവശ്യമുള്ളത് KE ആണ്. 10% ആണ് ക്യാപിറ്റലൈസേഷൻ റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഡെസിമലാക്കി എഴുതാം. 0.10. ഇനി നമുക്ക് ആവശ്യമുള്ളത് E ആണ്. ഏർണിങ്സ് പെർ ഷെയർ 10 എഴുതാം. അങ്ങനെ എല്ലാ ടേംസും നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ എഴുതി. ഓക്കെ, ഇനി നമുക്ക് ടേബിൾ വരച്ചിട്ട് പ്രോബ്ലം വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങാം. നമ്മൾ ഇന്നലെ ചെയ്തോണം തന്നെ എന്ത് ചെയ്യാം, 3 കോളം കൊടുക്കുക. ഓരോ കോളത്തിനും ഓരോ ആറുകൾ കൊടുക്കുക. ഇവിടെ 3 ആറുകൾ തന്നിട്ടുണ്ട്. R 20%, R 10%, R 8%. ഇന്നലെ നമ്മൾ എന്ത് ചെയ്യുക, ഇതുപോലെ തന്നെ ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ 3 ഉണ്ട്. അതിൽ ഓരോന്നോരോന്നായിട്ട് എഴുതാം. ആദ്യത്തെ സബ് ഹെഡിങ് എന്താണ്? വെൻ ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ ഈസ് 20%. എത്രയാണ്? 20% ആകുമ്പോൾ എത്രയായിരിക്കും എമൗണ്ട്? ഏർണിങ്സ് എന്ന് പറയുന്നത് 10 ആണ്. 10ൻ്റെ 20% 2 ആണ്. അപ്പോൾ നമ്മൾ D എന്ന് പറയുന്നിടത്തൊക്കെ എത്ര ഉപയോഗിക്കണം? 2 എന്ന് ഉപയോഗിക്കണം. R എന്ന് പറയുന്നിടത്ത് ഫസ്റ്റത്തെ കോളത്തിൽ 20% ഉപയോഗിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. P = D 2 + R എന്ന് പറയുന്നത് 20, അപ്പോൾ 0.20 ഡിവൈഡഡ് ബൈ KE 0.10 ഇൻറ്റു E എന്ന് പറയുന്നത് 10 - D എന്ന് പറയുന്നത് 2 ഡിവൈഡഡ് ബൈ KE 0.10. ഇന്നലെ ഞാൻ പറഞ്ഞോണം തന്നെ ഇങ്ങനെ ഡിവിഷൻ നടത്തേണ്ടത്. ആദ്യം R/KE ചെയ്യുക, അതായത് 0.2 ഡിവൈഡഡ് ബൈ 0.1. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയായിരിക്കും? 0.2 ഡിവൈഡഡ് ബൈ 0.1 എന്ന് പറയുമ്പോൾ നമുക്ക് 2 കിട്ടും. അതിനെ 10 - 2 ആയ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് 16 കിട്ടും. ആ 16നെ ഫ്രണ്ടിൽ കിടക്കുന്ന 2 കൊണ്ട് ആഡ് ചെയ്യുക. അപ്പോൾ 18 കിട്ടും. 18 ഡിവൈഡഡ് ബൈ 0.1. അങ്ങനെയാണ് നമുക്ക് 180 ആൻസർ ആയിട്ട് കിട്ടുക. ഓക്കെ, ഇങ്ങനെ തന്നെയാണ് എല്ലാത്തിലും ചെയ്യേണ്ടത്. അതായത് ഞാൻ പറയുന്നു, ഇതുപോലെ തന്നെ ആദ്യം R/KE ചെയ്തിട്ട് പിന്നെ ആ എമൗണ്ടിനെ E - D കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഏറ്റവും സ്റ്റാർട്ടിങ്ങിൽ എഴുതിയ D കൊണ്ട് ആഡ് ചെയ്തിട്ട് വേണം KE കൊണ്ട് ഡിവൈഡ് ചെയ്യാനായിട്ട്. ഓക്കെ, ദെൻ സെക്കൻഡ് കോളം ചെയ്യുക. R = 10%. അവിടെ വേറൊരു വ്യത്യാസം വരില്ല. Rൻ്റെ അവിടെ 10% എഴുതണം, അതൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ എഴുതാം D 2 + R ഇപ്പോൾ എത്രയാണ്? 10%, 0.1 ഡിവൈഡഡ് ബൈ KE 0.1 ഇൻറ്റു E 10 - D 2 ഡിവൈഡഡ് ബൈ KE 0.1. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 100 കിട്ടും. അപ്പോൾ R 10% ആകുമ്പോൾ നമുക്ക് P 100 കിട്ടും.
ദെൻ മൂന്നാമത്തത് എഴുതാം, ആർ ഇസ് ഇക്വൽ ടു 8 എഴുതാം. ഡിവിഡൻഡ് 2 പ്ലസ് ആർ എത്ര എടുക്കേണ്ടത് 0.08 ഡിവൈഡഡ് ബൈ കെ ഇ 0.1 ഇൻറ്റു ഇ 10 മൈനസ് ഡി 2 ഡിവൈഡഡ് ബൈ കെ ഇ 0.1. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 84 ആണ് നമുക്ക് എന്തായിട്ട് കിട്ടുക? പി ആയിട്ട് കിട്ടുക. അപ്പോൾ ഇത്രയ്ക്കാണ് നമുക്ക് എന്ത് വരുന്നത്? ഡി പി റേഷ്യോ 20% ആകുമ്പോൾ നമുക്ക് വരുന്ന ഡിഫറെൻറ്റ് പീസ്, ഡിഫറെൻറ്റ് ആറിൻ്റെ റേഷ്യോയിൽ ഡിഫറെൻറ്റ് പീസ് നമുക്ക് ഇത്രയ്ക്കൊക്കെ കിട്ടും. നെക്സ്റ്റ് നമുക്ക് ഡിവിഡൻഡ് 40% ആകുമ്പോഴത്തെ ഡിഫറെൻറ്റ് ആർട്സ് കണ്ടുപിടിക്കാം. ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ 40% ആകുമ്പോൾ ഡിവിഡൻഡ് എത്രയായിരിക്കും? 10ൻ്റെ 40% ആയ 4 ആണ്. അപ്പോൾ ഡി ഉള്ളിടത്തൊക്കെ നമ്മൾ 4 എഴുതണം. പിന്നെ ഡിഫറെൻറ്റ് ആർട്സിൽ ഡിഫറെൻറ്റ് ആറിൽ യൂസ് ചെയ്യണം. അപ്പോൾ സബ് ഹെഡിങ് പോലെ എഴുതാം. വെൻ ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ ഈസ് 40%. എത്രയാണ്? D4 പ്ലസ് ആറിന് കോളത്തിൽ എത്രയാണ്? 2.2 ഡിവൈഡഡ് ബൈ കെ ഇ 0.1 ഇൻറ്റു ഇ 10 മൈനസ് D4 ഡിവൈഡഡ് ബൈ കെ ഇ 0.1. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 160 കിട്ടും. ദെൻ അടുത്ത കോളത്തിലെ ആറ് 10% ആകുമ്പോൾ പി ഇസ് ഈക്വൽ ടു D4 പ്ലസ് R.1 ഡിവൈഡഡ് ബൈ കെ ഇ 0.1 ഇൻറ്റു ഇ എന്ന് പറയുന്നത് 10 മൈനസ് D4 ഡിവൈഡഡ് ബൈ കെ ഇ 0.1 ദാറ്റ് ഇസ് ഈക്വൽ ടു 100 നമുക്ക് കിട്ടും. ദെൻ അടുത്തതിൽ ആർ 8% ആകുമ്പോൾ D4 പ്ലസ് ആറിൽ വ്യത്യാസം വന്നു 0.08 ഡിവൈഡഡ് ബൈ കെ ഇ 0.1 ഇൻറ്റു ഇ 10 മൈനസ് D4 ഡിവൈഡഡ് ബൈ കെ ഇ 0.1. അങ്ങനെ നമുക്ക് 88% കിട്ടി. അപ്പോൾ നമ്മുടെ ഡി പി റേഷ്യോ 40% ആകുമ്പോഴത്തെ 3 റേഷ്യോ പി വാല്യൂസ് നമ്മൾ കണ്ടുപിടിച്ചു, 160, 100 ആൻഡ് 88. നെക്സ്റ്റ് ഡി പി റേഷ്യോ 80% ആകുമ്പോഴത്തെ പി വാല്യൂസ് കണ്ടുപിടിക്കാം. അപ്പോൾ 80% ആകുമ്പോൾ 10ൻ്റെ മുകളിൽ 80% കാണാം. ഏണിങ്സ് ആയ 10ൻ്റെ മുകളിൽ 80% കാണുമ്പോൾ നമുക്ക് ഡി എത്ര കിട്ടും? 8 കിട്ടും. അപ്പോൾ ഒരു ഇക്വേഷനിൽ കൊടുക്കാം, പി ഇസ് ഈക്വൽ ടു ഡി പറഞ്ഞാൽ 8 പ്ലസ് R.2 ഡിവൈഡഡ് ബൈ കെ ഇ 0.1 ഇൻറ്റു ഇ എന്ന് പറയുന്ന 10 മൈനസ് D8 ഡിവൈഡഡ് ബൈ കെ ഇ 0.1 ദാറ്റ് ഇസ് ഈക്വൽ ടു 120 നമുക്ക് പി വാല്യൂ കിട്ടും. ദെൻ ആറ് 10% ആകുമ്പോൾ ഇക്വേഷനിൽ കൊടുക്കുക D8 പ്ലസ് R.1 ഡിവൈഡഡ് ബൈ കെ ഇ 0.1 ഇൻറ്റു ഇ 10 മൈനസ് 8 ഡി ആയ 8 ഡിവൈഡഡ് ബൈ കെ ഇ 0.1. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 100 കിട്ടും. ദെൻ ആറ് 8% ആകുമ്പോഴത്തെ നമുക്ക് നോക്കാം, D8 പ്ലസ് R.08 ഡിവൈഡഡ് ബൈ കെ ഇ 0.1 ഇൻറ്റു ഇ 10 മൈനസ് D8 ഡിവൈഡഡ് ബൈ കെ ഇ 0.1. അങ്ങനെ നമുക്ക് എത്ര കിട്ടും? നമുക്ക് പി വാല്യൂ 96 കിട്ടും. അപ്പോൾ നമ്മുടെ പ്രോബ്ലം മുഴുവനും കഴിഞ്ഞു. അതിൽ 3 ഡി പി റേഷ്യോസ് ഉള്ള അത് 3 നമ്മൾ കണ്ടുപിടിച്ചു. 20%, 40%, 80%. ഈ 3 കേസസിൽ നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? ഡി പി റേഷ്യോസ് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇൻ്റർപ്രിട്ടേഷൻ എഴുതണം. ഇൻ്റർപ്രിട്ടേഷൻ എഴുതുമ്പോൾ എന്തായിരിക്കും? നമ്മൾ ഇന്നലെ ചെയ്തതാണ് ആർ വാല്യൂ കെ ഇനേക്കാൾ കൂടിയത് ഏതാണ്? ഫസ്റ്റ് കോളമാണ്. ആ ഫസ്റ്റ് കോളത്തിൽ എപ്പോഴാണ് നമ്മുടെ പി വാല്യൂ കൂടുതലിരിക്കുന്നത് നോക്കുക. ആദ്യത്തേലെ 20% ആയിരുന്നു, അപ്പോൾ എത്രയായിരുന്നു? 180 ആയിരുന്നു. ദെൻ 40% ആയപ്പോൾ 160 ആയിരുന്നു. 80% ആയിരുന്നപ്പോൾ 120 ആയിരുന്നു. അപ്പോൾ ഏതിലാണ് കൂടുതൽ? 20% ആയിരുന്നപ്പോൾ. കാരണം അവിടെ 20% നമ്മൾ ഡിവിഡൻഡ് കൊടുക്കണമല്ലോ, കൂടുതലും റീറ്റെയിൻ ചെയ്ത് വെക്കുകയാണ്. അത് തന്നെയാണ് ചെയ്യേണ്ടത്. ആർ വാല്യൂ കൂടുതലും കെ ഇ വാല്യൂ കുറയുന്ന ഒരവസ്ഥയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? കൂടുതൽ റീറ്റെയിൻ ചെയ്ത് വെക്കും വേണം, കുറവ് ഡിവിഡൻഡ് കൊടുക്കും വേണം. അതുകൊണ്ടാണ് ആർ വാല്യൂ കൂടുതലായിട്ടുള്ള ഫസ്റ്റ് കോളത്തിലെ 20% ഡിവിഡൻഡ് റേഷ്യോ. അപ്പോൾ എത്രയായിരിക്കും നമ്മൾ കൊടുത്തിട്ടുണ്ടാവുക? റീറ്റെൻഷൻ റേഷ്യോ എത്രയായിരിക്കും? 80% ആയിരിക്കും. അതുകൊണ്ട് തന്നെ അവിടെ പി വാല്യൂ കൂടി. ഓക്കെ. ദെൻ രണ്ടാമത്തെ കോളം നോക്കാം, ആറ് 10%. അതിൻ്റെ അർത്ഥം എന്താണ്? രണ്ടും സെയിം ആണ്. ആറ് ഈക്വൽ ടു കെ ഇ. അപ്പോൾ നോക്കി നോക്കിയാൽ 3 കോളം നോക്കി നോക്കിയാൽ 3 സബ് ഹെഡിങ്ങിലും ആ സെക്കൻഡ് കോളത്തിൽ സെയിം എമൗണ്ട് ആണ് കിട്ടിയത്, 100. അതിൻ്റെ അർത്ഥം ഡിവിഡൻഡ് പോളിസി പി വാല്യൂവിനെ ഇൻഫ്ലുവൻസ് ചെയ്യണില്ല. റീസൺ എന്താണ്? ആറും കെ ഇയും ഈക്വൽ ആയതുകൊണ്ട് ഡിവിഡൻഡ് പോളിസി കമ്പനിയുടെ വാല്യൂവിനെ ഇൻഫ്ലുവൻസ് ചെയ്യണില്ല. ഇനി മൂന്നാമത്തെ കോളം നോക്കാം. അതിൻ്റെ ആറ് എത്രയാണ്? 8% ആണ്. അതായത് ആ ആറ് കെ ഇനേക്കാൾ
കുറവാണ്. അപ്പോൾ നമ്മൾ എന്ത് ഡിസിഷൻ എടുക്കേണ്ടത്? കൂടുതലും ഡിവിഡൻഡ് കൊടുക്കുക, കുറവ് റീറ്റെയിൻ ചെയ്ത് വെച്ചാൽ മതി. അവിടെ നോക്കി നോക്കുക, ഓരോ വാല്യൂസും നോക്കുമ്പോൾ ഏത് കോളത്തിലാണ് ഏറ്റവും കൂടുതൽ കിടക്കുന്നത്? ലാസ്റ്റത്തെ കോളത്തിലാണ്, അതായത് ലാസ്റ്റത്തെ സബ് ഹെഡിങ്ങിലാണ്. ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ 80% ഉള്ള കോളത്തിലാണ് ഏറ്റവും കൂടുതൽ പി വാല്യൂ 96 കിടക്കുന്നത്. കാരണം എന്താണ്? അവിടെ ആർ വാല്യൂ കെ ഇനേക്കാൾ കുറവാണ്. അപ്പോൾ നമ്മൾ എന്ത് ഡിസിഷൻ തന്നെ എടുക്കണം? കൂടുതലും ഡിവിഡൻഡ് കൊടുക്കുക. റിട്ടൻഷൻ റേഷ്യോ ഇല്ലെങ്കിലും കുഴപ്പമില്ല, അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ തന്നെ കുറച്ച് മെയിൻറ്റെയിൻ ചെയ്താൽ മതി. അതുകൊണ്ട് തന്നെ ഡി പി റേഷ്യോ കൂടുതലായ 80%ലാണ് ആർ 8% ആകുമ്പോൾ പി വാല്യൂ കൂടുതൽ വരുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഇൻ്റർപ്രിട്ടേഷൻ എഴുതേണ്ടത്. അതിനടുത്ത സ്ലൈഡ് എഴുതിയിട്ട് നോക്കാം. ഇൻ്റർപ്രിട്ടേഷൻ നോക്കാം. വെൻ ആർ ഈസ് 20%, ഇറ്റ് ഈസ് ഹയർ ദാൻ കെ ഇ. കെ ഇ എത്രയുള്ള 10 ഉള്ളതിനേക്കാൾ കൂടുതലാണ് ആർ എന്ന് പറയുന്നത്. ദ മാർക്കറ്റ് വാല്യൂ ഈസ് ഹയസ്റ്റ് ഇൻ കേസ് ഓഫ് ലോവസ്റ്റ് ഡിവിഡൻഡ് പേയ്മെൻറ്റ്. എപ്പോഴാണോ നമ്മൾ കുറവ് ഡിവിഡൻഡ് കൊടുക്കുന്നത് അപ്പോഴാണ് നമ്മുടെ മാർക്കറ്റ് വാല്യൂ കൂടുന്നത്. ദെൻ സെക്കൻഡ്, വെൻ ആർ ഇസ് ഇക്വൽ ടു 8%, ഇറ്റ് ഈസ് ലോവർ ദാൻ കെ ഇ. ദ മാർക്കറ്റ് വാല്യൂ വിൽ ബി ഹയസ്റ്റ് ഇൻ ദ കേസ് ഓഫ് ഹയസ്റ്റ് ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ. ഇവിടെ എത്രയാണ്? 80% കൊടുത്തപ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വാല്യൂ കിട്ടിയത്. കാരണം അത് 6 കെ ഇ വാല്യൂവിനേക്കാൾ കുറവായതുകൊണ്ട്. When it is 10%, it is equal to KE. The market value remains the same irrespective of the dividend payment. Equal to 10% ആണെങ്കിൽ അത് equal to KE ആണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ആർ വാല്യൂയും കെയും തമ്മിലുള്ള കമ്പാരിസൺ ആണ് ഈ മെത്തേഡിൽ നടത്തേണ്ടത്. ആർ വാല്യൂ കൂടുതലാണെങ്കിൽ കൂടുതൽ റീറ്റെയിൻ ചെയ്യുക, ആർ വാല്യൂ കുറവാണെങ്കിൽ കൂടുതൽ ഡിവിഡൻഡ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ മോഡലിൻ്റെ പേരാണ് വാൾട്ടേഴ്സ് മോഡൽ എന്ന് പറയുന്നത്. ഡിവിഡൻഡ് തിയറിയാണ്, റെലവൻസ് തിയറിയാണ്. ഡിവിഡൻഡ് പോളിസി കമ്പനിയുടെ വാല്യൂനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. ഓക്കെ, നെക്സ്റ്റ് ഈസ് ക്രിറ്റിസിസംസ് ഓഫ് മോഡൽ. ഈ മോഡലിൻ്റെ ക്രിറ്റിസിസം എന്തൊക്കെയാണെന്ന് നോക്കാം. ദി അസംഷൻസ് ദാറ്റ് ദി ഇൻവെസ്റ്റ്മെൻറ്റ് ആർ ഫിനാൻസ്ഡ് ത്രൂ റീറ്റെയിൻഡ് ഏർണിങ്സ് ഈസ് നോട്ട് ട്രൂ. ഏറ്റവും ആദ്യത്തെ അസംഷൻ എന്തായിരുന്നു? നമ്മൾ പുറത്തുനിന്നൊന്നും ഫണ്ട് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പാടില്ല. എന്തെങ്കിലും ഫണ്ട് റിക്വയർമെൻറ്റ് വന്നാൽ നമ്മൾ ഇൻറ്റേർണൽ ആയിട്ടുള്ള ഫണ്ട് മാത്രം യൂസ് ചെയ്യാൻ പാടുള്ളൂ, എക്സ്റ്റേണൽ ഫണ്ടിനെ ഡിപ്പെൻഡ് ചെയ്യാൻ പാടില്ല എന്ന് നമ്മൾ ആദ്യത്തെ അസംഷൻ പഠിച്ചു. അതൊരിക്കലും പ്രാക്ടിക്കലി പോസിബിൾ ആവില്ല. നമുക്ക് ഇൻറ്റേർണൽ അവൈലബിൾ ആയിട്ടുള്ള ഈ റീറ്റെയിൻഡ് ഏർണിങ്സ് കൊണ്ട് മാത്രം നമുക്ക് തികയില്ല. നമുക്ക് എന്തായാലും എക്സ്റ്റേണൽ സോഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഒരിക്കലും ആ അസംഷൻ നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് പറ്റില്ല. അതാണ് പറയുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആർ ഫിനാൻസ്ഡ് ത്രൂ റീറ്റെയിൻഡ് ഏർണിങ്സ് ഈസ് നോട്ട് ട്രൂ. ദ ആർ ആൻഡ് കെ ഇ ഡു നോട്ട് റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. അടുത്ത ഒരു അസംഷൻ ആയിരുന്നു നമ്മുടെ ആറും കെയും എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കണം, ചേഞ്ച് ചെയ്യാനായിട്ട് പാടില്ല. അതും പ്രാക്ടിക്കലി പോസിബിൾ അല്ല. ദാറ്റ് മേ വാരി. Then we cannot predict that the firm has a long life. വേറൊരു അസംഷൻ ഉണ്ടായിരുന്നു, ആ ഫേമിന് ലോങ് ലൈഫ് ഉണ്ടായിരിക്കണമെന്ന്. അതും പ്രാക്ടിക്കലി പോസിബിൾ അല്ല. നമുക്ക് ഒരിക്കലും പ്രിഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. എത്ര കൊല്ലം വരെ എൻ്റെ ബിസിനസ് ഉണ്ടാവും, ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന് നമുക്ക് ഒരിക്കലും പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തതാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ ഫേമിന് ലോങ് ലൈഫ് ഉണ്ടോ ഇല്ലേ എന്നുള്ളത് നമുക്ക് പ്രിഡിക്ഷൻ നടക്കാത്തത് കൊണ്ട് ആ അസംഷൻ നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് പറ്റുന്നില്ല. റിസ്ക് ഫാക്ടർ ഈസ് നോട്ട് കൺസിഡർഡ്. ഈ മെത്തേഡിൽ എന്ത് കൺസിഡർ ചെയ്യുന്നില്ല? റിസ്ക്, പ്രോബബിലിറ്റി ഓഫ് റിസ്ക് നമ്മൾ ഒരിക്കലും കൺസിഡർ ചെയ്യുന്നില്ല. നമ്മൾ എന്ത് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ, ഡിവിഡൻഡ് പേയ്മെൻ്റ് ആയാലും ശരി, റിട്ടൻഷൻ റേഷ്യോ ആയാലും ശരി, നമ്മൾ എന്ത് ഡിസിഷൻ എടുക്കുമ്പോഴും റിസ്ക്കും കൂടി കൺസിഡർ ചെയ്യണം. ആ ഒരു കൺസിഡറേഷൻ ഈ ഒരു മെത്തേഡിൽ ഇല്ല. അപ്പം നമ്മളിപ്പോൾ ആകെ ടോട്ടൽ 5 അസംഷൻസ് പഠിച്ചതിൽ 3 ഒരിക്കലും പ്രാക്ടിക്കലി പോസിബിൾ ആവാത്ത അസംഷൻസ് ആണ്. ആ അസംഷൻസ് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഒട്ടുമിക്ക കമ്പനികളിലും ഈ മോഡൽ വെച്ചിട്ട് നമുക്ക് വാല്യൂ ചേഞ്ച് വരുന്നുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റാത്തൊരവസ്ഥയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയ്ക്കാണ് ഈ വാൾട്ടേഴ്സ് മോഡൽ നമ്മൾ പഠിക്കാനുള്ളത്. റെലവൻസ് ഡിവിഡൻഡ് പോളിസീസ് ആദ്യത്തെ മോഡലാണ് വാൾട്ടറിൻ്റെ മോഡൽ എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്, പ്രോബ്ലത്തിനല്ല തിയറിക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസത്തെ സ്ലൈഡും അതുപോലെ അതിൻ്റെ മുമ്പത്തെ സ്ലൈഡും തമ്മിൽ 2 നോട്ടായിട്ടാണ് തന്നിരിക്കുന്നത്. അതും പഠിക്കുക. ആ അസംഷൻസും ഇക്വേഷൻസും ഒന്ന് ജസ്റ്റ് പഠിച്ചു വയ്ക്കുക. പ്രോബ്ലം അധികം ചോദിച്ച് കണ്ടിട്ടില്ല, തിയറിയാണ് ചോദിക്കാനുള്ള സാധ്യത കൂടുതൽ. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ മോഡൽ പഠിക്കാം. റെലവൻസ് കോൺസെപ്റ്റ് ഓഫ് ഡിവിഡൻഡ് പോളിസിയിലെ
സെക്കൻഡ് മോഡലാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത്. അതിൻ്റെ പേരാണ് ഗോർഡൻസ് മോഡൽ. ഈ ഗോർഡൻ എന്ന് പറഞ്ഞ ഒരാൾ ഡെവലപ്പ് ചെയ്തതുകൊണ്ടാണ് അങ്ങനെ ഒരു പേര് വന്നേക്കുന്നത്. ഗോർഡൻസ് മോഡൽ റെലവൻസ് തിയറിയാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്തായിരിക്കും? ഡിവിഡൻഡ് പേയ്മെൻറ്റ് കമ്പനിയുടെ വാല്യൂവിനെ പോസിറ്റീവായിട്ടോ നെഗറ്റീവായിട്ടോ ഇൻഫ്ലുവൻസ് ചെയ്യും. ദിസ് മോഡൽ സജസ്റ്റ് ദാറ്റ് ഡിവിഡൻഡ് ആർ റെലവൻറ്റ് ആൻഡ് ഇറ്റ് വിൽ എഫക്ട് ദി വാല്യൂ ഓഫ് ദി ഫേം. അതാണ് പറയുന്നത്. ഡിവിഡൻഡ് പേയ്മെൻറ്റ് റെലവൻ്റ് ആണ്. കമ്പനി ഡിവിഡൻഡ് കൊടുത്താൽ കമ്പനിയുടെ വാല്യൂ കൂടും, ഇല്ലെങ്കിൽ കുറയാനുള്ള സാധ്യത ഉണ്ട്. The value of rupee of dividend income is more than the value of rupee of capital gain. ഈ മോഡൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഡിവിഡൻഡ് പേയ്മെൻറ്റിന് തന്നെയാണ് എപ്പോഴും ഇമ്പോർട്ടൻസ്, അല്ലെങ്കിൽ വെർത്ത് കൂടുതൽ ഡിവിഡൻഡ് പേയ്മെൻറ്റിനാണ്. ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടാവുന്നുണ്ട്. എന്താണ് ക്യാപിറ്റൽ ഗെയിൻ? ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്ന ക്യാപിറ്റൽ അപ്രീസിയേഷൻ. ഞാനിപ്പോൾ 1,00,000 രൂപ മുടക്കിയിട്ടുണ്ടായിരുന്നു. 5 കൊല്ലം കഴിയുമ്പോൾ ആ 1 lakh വർത്ത് ഉള്ളത് 1,50,000 ആയെന്ന് വെച്ചാൽ അതിന് എന്തുണ്ടായി? ക്യാപിറ്റൽ അപ്രീസിയേഷൻ ഉണ്ടായി. ഞാൻ ഇറക്കിയ മുതലിനേക്കാൾ 50,000 കൂടിയും എക്സ്ട്രാ അതിൻ്റെ വാല്യൂ കൂടി. അതിനെ വിളിക്കുന്ന പേരാണ് ക്യാപിറ്റൽ അപ്രീസിയേഷൻ അല്ലെങ്കിൽ ക്യാപിറ്റൽ ഗെയിൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ അങ്ങനെ ക്യാപിറ്റൽ ഗെയിനേക്കാൾ കൂടുതലും പ്രിഫറൻസ് അല്ലെങ്കിൽ കൂടുതലും വെറുത്തുള്ളത് ഏത് തന്നെയാണ്? ഈ ഡിവിഡൻഡ് പേയ്മെൻറ്റ് തന്നെയാണ്. അത് പറയുന്നത് ദ വാല്യൂ ഓഫ് എ റുപ്പി ഓഫ് ഡിവിഡൻഡ് ഇൻകം ഈസ് മോർ ദാൻ ദി വാല്യൂ ഓഫ് റുപ്പി ഓഫ് ക്യാപിറ്റൽ ഗെയിൻ. ക്യാപിറ്റൽ ഗെയിൻ്റെ വെർത്തിനേക്കാൾ വാല്യൂനേക്കാൾ കൂടുതലാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ ഇതിൻ്റെ റുപ്പി ഡിവിഡൻഡിൻ്റെ ഇൻകത്തിനുള്ള റുപ്പി വാല്യൂ എന്ന് പറയുന്നത്. ദിസ് ഈസ് ഓൺ അക്കൗണ്ട് ഓഫ് അൺസർട്ടനിറ്റി ഓഫ് ഫ്യൂച്ചർ ആൻഡ് ഡിസ്കൗണ്ടിങ് ഓഫ് ഫ്യൂച്ചർ ഡിവിഡൻഡ് ബൈ ഷെയർ ഹോൾഡേഴ്സ് അറ്റ് എ ഹയർ റേറ്റ്. അത് അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ഡിവിഡൻഡ് ആണെങ്കിൽ നമുക്ക് 1 കൊല്ലം ഏർണിങ്സ് ഉണ്ടാക്കിയാൽ നമുക്ക് അപ്പം തന്നെ കിട്ടും. ഡിവിഡൻഡ് കിട്ടുകയാണെങ്കിൽ കമ്പനി ഡിവിഡൻഡ് തരാണെങ്കിൽ നമുക്ക് ഇപ്പോൾ ഈ വർഷത്തെ ഡിവിഡൻഡ് നെക്സ്റ്റ് ഇയർ എങ്കിലും നമുക്ക് ഡിവിഡൻഡായിട്ട് ഏർണിങ്സിൻ്റെ ഒരു പാർട്ട് കിട്ടും. അതേസമയം നമ്മൾ അവർ റീറ്റെയിൻ ചെയ്ത് വെക്കുകയാണെങ്കിൽ അതിൻ്റെ ബെനിഫിറ്റ് അത്ര പെട്ടെന്നൊന്നും കിട്ടില്ല. കാരണം അവർ ആ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി അതിൽ നിന്ന് ലാഭം ഉണ്ടാക്കി നമുക്ക് ക്യാപിറ്റൽ ഗെയിൻ കിട്ടി. അതിൻ്റെ ബെനിഫിറ്റ് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ ഷെയറോ അല്ലെങ്കിൽ ആ ഇൻവെസ്റ്റ്മെൻറ്റ് വിറ്റാലാണ് നമുക്ക് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഇമീഡിയറ്റ് ആയിട്ടൊരു ബെനിഫിറ്റ് ഏതിൽ നിന്ന് കിട്ടില്ല? റീറ്റെയിൻഡ് ഏർണിങ്സ് ചെയ്തൊന്നും കിട്ടില്ല. അങ്ങനെ ഇമീഡിയറ്റ് ആയിട്ടൊരു ബെനിഫിറ്റ് കിട്ടണമെങ്കിൽ നമുക്ക് എന്തെന്നെ കിട്ടണം? ഡിവിഡൻഡ് ആയിട്ട് തന്നെ കിട്ടണം. അതാണ് ഒരു റീസൺ എന്ന് പറയുന്നത്. ദിസ് ഈസ് ഓൺ അക്കൗണ്ട് ഓഫ് അൺസർട്ടനിറ്റി ഓഫ് ഫ്യൂച്ചർ ആൻഡ് ഡിസ്കൗണ്ടിങ് ഓഫ് ഫ്യൂച്ചർ ഡിവിഡൻഡ്സ് ബൈ ഷെയർ ഹോൾഡേഴ്സ് അറ്റ് എ ഹയർ റേറ്റ്. അതായത് ഈ ഷെയർ ഹോൾഡേഴ്സൊക്കെ നമുക്ക് കിട്ടാൻ പോകുന്ന ഫ്യൂച്ചറിൽ കിട്ടാൻ പോകുന്ന ഡിവിഡൻഡിനെ പ്രസൻറ്റ് വാല്യൂയിലേക്ക് കൺവേർട്ട് ചെയ്യും. അതിന് വിളിക്കുന്ന പേരാണ് ഡിസ്കൗണ്ടിങ് എന്ന് വിളിക്കുന്നത്. നമ്മൾ ഇനി അടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട് എന്താണ് ഡിസ്കൗണ്ടിങ് എന്നൊക്കെ. ഇപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് മനസ്സിലാക്കി വെക്കുക. അതായത് നമുക്ക് ഫ്യൂച്ചറിൽ കിട്ടാൻ പോകുന്ന, അതായത് 2 കൊല്ലം കഴിഞ്ഞിട്ട് ഞാൻ നിനക്ക് 10 രൂപ തരാം എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ എന്ത് ഡിസിഷൻ എടുക്കണം? ഇപ്പോഴത്തെ 10 രൂപയും 2 കൊല്ലം കഴിഞ്ഞിട്ട് കിട്ടുന്ന 10 രൂപയും തമ്മിൽ മണി വാല്യൂവിൽ വ്യത്യാസം ഉണ്ടാവും. നമുക്കറിയാം ഡേ ബൈ ഡേ വർത്ത് ഓഫ് മണി ഡിക്രീസ് ചെയ്യും. അപ്പോൾ 2 കൊല്ലം കഴിഞ്ഞ് കിട്ടുന്ന 10 രൂപയും ഇപ്പോഴത്തെ 10 രൂപയും വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഡിസിഷൻ എടുക്കുന്നതിനേക്കാൾ മുമ്പ് എന്ത് ചെയ്യണം? ആ 2 കൊല്ലം കഴിഞ്ഞ് കിട്ടുന്ന 10 രൂപയുടെ ഇപ്പോഴത്തെ വില നോക്കിയിട്ട് വേണം നമ്മൾ ഡിസിഷൻ എടുക്കാനായിട്ട്. അതിന് വിളിക്കുന്ന പേരാണ് ഡിസ്കൗണ്ടിങ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഷെയർ ഹോൾഡേഴ്സ് ഫ്യൂച്ചറിൽ കിട്ടാൻ പോകുന്ന ഡിവിഡൻഡിനെ ഒരു ഹൈ റേറ്റ് ഓഫ് ഡിസ്കൗണ്ട് റേറ്റ് വെച്ചിട്ട് അവർ ഡിസ്കൗണ്ട് ചെയ്യും. അപ്പോൾ ഒരിക്കലും അവർക്കത് കിട്ടാനായിട്ട് അവർ എക്സ്പെക്റ്റ് ചെയ്ത അത്രയ്ക്ക് ഡിവിഡൻഡ് കിട്ടില്ല. കാരണം അവർ ഉപയോഗിച്ചത് ഹൈ ഡിസ്കൗണ്ട് റേറ്റാണ് ഉപയോഗിച്ചേക്കുന്നത്. ഓട്ടോമാറ്റിക്കായിട്ട് വാല്യൂ കൂടും, പക്ഷെ അത്രയ്ക്ക് ഡിവിഡൻഡ് അവർക്ക് കിട്ടില്ല. അവർക്ക് ഡിസാറ്റിസ്ഫാക്ഷൻ ക്രിയേറ്റ് ചെയ്യും. ഈ 2 റീസൺ കൊണ്ടും അവരെന്താണ് പ്രിഫർ ചെയ്യുന്നത്? അവർക്ക് ക്യാപിറ്റൽ അപ്രീസിയേഷൻ വേണ്ട, അല്ലെങ്കിൽ ക്യാപിറ്റൽ ഗെയിൻ വേണ്ട. അവർക്ക് എന്തും മതി? റെഗുലർ പേയ്മെൻറ്റ് ഓഫ് ഡിവിഡൻഡ് ആണ് ഒട്ടുമിക്ക ഷെയർ ഹോൾഡേഴ്സും പ്രിഫർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് പറയുന്നത്. ദിസ് ഈസ് ഓൺ അക്കൗണ്ട് ഓഫ് അൺസർട്ടനിറ്റി ഓഫ് ഫ്യൂച്ചർ ആൻഡ് ഡിസ്കൗണ്ടിങ് ഓഫ് ഫ്യൂച്ചർ ഡിവിഡൻഡ് ബൈ ഷെയർ ഹോൾഡേഴ്സ് അറ്റ് എ ഹയർ റേറ്റ്. ഇൻവെസ്റ്റേഴ്സ് പ്രിഫർ കറണ്ട് ഡിവിഡൻഡ് റാദർ ദാൻ ക്യാപിറ്റൽ ഗെയിൻ. ഒട്ടുമിക്ക ഇൻവെസ്റ്റേഴ്സിനും എന്താണ് പ്രിഫർ ചെയ്യുന്നത്? ഡിവിഡൻഡ് ആണ് അവർ എക്സ്പെക്ട് ചെയ്യുന്നത്. ക്യാപിറ്റൽ അപ്രീസിയേഷനേക്കാൾ അല്ലെങ്കിൽ ക്യാപിറ്റൽ ഗെയിനിനേക്കാൾ കൂടുതൽ താല്പര്യം ഏതിനോടാണ്? ഡിവിഡൻഡ് പേയ്മെൻറ്റിനോടാണ്. ഡിവിഡൻഡ്സ് ആർ മോർ പ്രഡിക്റ്റബിൾ ദാൻ ക്യാപിറ്റൽ ഗെയിൻ. നമുക്ക് ഡിവിഡൻസ് ആണ് കുറച്ചും കൂടി പ്രിഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റുക. അടുത്ത വർഷം ഇത്ര ഡിവിഡൻഡ് കിട്ടും. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. എന്തിൻ്റെ ബേസിലാണ്? പാസ്റ്റ് റെക്കോർഡിൻ്റെ ബേസിലാണ്. ഇപ്പോൾ കഴിഞ്ഞ വർഷം ഒരു ഷെയറിന് 3 രൂപ ഡിവിഡൻഡ് തന്ന ഒരു കമ്പനിയിൽ അടുത്ത കൊല്ലത്തെ ഡിവിഡൻഡ് ഷെയർ ഹോൾഡേഴ്സ് ഏതാണ്ട് 3 അടുത്തൊരു എമൗണ്ട് അവർ എക്സ്പെക്റ്റ് ചെയ്യും. പക്ഷേ ക്യാപിറ്റൽ ഗെയിൻ അങ്ങനെ എക്സ്പെക്റ്റേഷൻ നടത്താനായിട്ട് പറ്റില്ല. കമ്പനി റിട്ടേൺ ചെയ്ത് വെച്ചു, അവർ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി, അതിൽ നിന്ന് എത്ര റിട്ടേൺ കിട്ടുമെന്ന് നമുക്ക് ഒരിക്കലും പ്രഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ ഡിവിഡൻഡ് ആണ് ഇൻവെസ്റ്റേഴ്സിന് കൂടുതലും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാവുന്നത് ആസ് കമ്പയർഡ് ടു ക്യാപിറ്റൽ ഗെയിൻ.
ദിസ് മോഡൽ ഈസ് നോൺ ആസ് ബേർഡ് ഇൻ ഹാൻഡ് ആർഗ്യുമെൻറ്റ്. അതായത് നമ്മളൊരു പഴഞ്ചൊല്ലി കേട്ടിട്ടുണ്ട്, പറക്കണ കാക്കേനെ പിടിക്കാൻ പോയിട്ട് കാര്യമില്ല, നമ്മുടെ കയ്യിലുള്ള കാക്ക അല്ലെങ്കിൽ ബേർഡിനെ സുരക്ഷിതമായിട്ട് നോക്കുക. അല്ലാണ്ട് പറന്നു പോകുന്ന ഒരു പക്ഷിയെ നമുക്ക് ഒരിക്കലും പിടിക്കാനായിട്ട് പറ്റില്ല. അപ്പം അതിനേക്കാൾ നല്ല നമ്മുടെ കയ്യിലുള്ളത് നമ്മൾ സുരക്ഷിതമാക്കുക. അതായത് നമുക്ക് ഫ്യൂച്ചറിൽ കിട്ടാൻ പോകുന്ന ക്യാപിറ്റൽ ഗെയിൻ്റെ പിന്നാലെ ഓടണേക്കാൾ നല്ലത് ഇപ്പം നമ്മുടെ കയ്യിലിരിക്കുന്നത് ഏതാണ്? ഡിവിഡൻഡ് പേയ്മെൻ്റ് ആണ്. അത് ഇപ്പം തന്നെ മേടിച്ചു വയ്ക്കുക, ഫ്യൂച്ചറിലേക്ക് മാറ്റി വയ്ക്കേണ്ട ആവശ്യം ഇല്ല. ഇറ്റ് ഈസ് കോൾഡ് സോ ബിക്കോസ് ദിസ് മോഡൽ ബേസ്ഡ് ഓൺ ദി assumption that shareholders prefer to receive current dividend rather than capital gain. അതുകൊണ്ട് തന്നെയാണ് ആ ആർഗ്യുമെൻ്റ്, ബേർഡ് ഇൻ ഹാൻഡ് ആർഗ്യുമെൻ്റ് ഈ തിയറിയുടെ വേറൊരു പേരാണ്. കാരണം ഓൾമോസ്റ്റ് എല്ലാ ഇൻവെസ്റ്റേഴ്സും എന്താണ് താല്പര്യം? ഡിവിഡൻഡ് കിട്ടുന്നതാണ് ക്യാപിറ്റൽ ഗെയിനേക്കാൾ കൂടുതൽ പ്രിഫറൻസ് വരുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ഈ ഗോർഡൻ മോഡൽ പറയുന്നത്. കമ്പനി ഷെയർ ഹോൾഡേഴ്സിനെ സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? റെഗുലറായിട്ട് ഡിവിഡൻഡ് കൊടുക്കുക. അങ്ങനെ ചെയ്താൽ മാത്രമേ കമ്പനിക്ക് ഷെയർ വാല്യൂ കൂട്ടാനായിട്ട് പറ്റുള്ളൂ. കാരണം റെഗുലറായിട്ട് ഡിവിഡൻഡ് കൊടുക്കുന്ന കമ്പനിയുടെ ഷെയർസ് വാങ്ങാനേ ഇൻവെസ്റ്റേഴ്സ് വരുള്ളൂ. അപ്പോൾ ആ കമ്പനിയുടെ ഷെയർസിന് മാത്രമേ ഡിമാൻഡ് ഉണ്ടാവുള്ളൂ, പ്രൈസ് കൂട്ടാനും പറ്റുള്ളൂ. അപ്പോൾ അതാണ് ഗോർഡൻസ് മോഡൽ പറയുന്നത്. ഓക്കെ, കമ്പനി റെഗുലറായിട്ട് ഡിവിഡൻഡ് കൊടുക്കുക, റീറ്റെയിൻഡ് ഏർണിങ്സിന് അധികം ഇമ്പോർട്ടൻസ് കൊടുക്കാണ്ട് കൂടുതലും ഇമ്പോർട്ടൻസ് നമ്മൾ ഏതിന് കൊടുക്കണം? ഈ ഡിവിഡൻഡ് പേയ്മെൻറ്റിന് കൊടുക്കണം എന്നാണ് ഗോർഡൻസ് മോഡൽ പറയുന്നത്. അതുകൊണ്ടാണ് അത് റെലവൻസ് തിയറി ആയത്. അങ്ങനെ നമ്മൾ റെഗുലറായിട്ട് ഡിവിഡൻഡ് കൊടുത്താൽ the value of the company can be increased. Okay, next is assumptions of Gordon's model. ഈ Gordon's മോഡലിൻ്റെ assumptions നോക്കാം. The firm is an all equity firm. അതായത് നമ്മൾ ഈ മോഡൽ അപ്ലൈ ചെയ്യുന്ന ഈ ഫേം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഓൾ ഇക്വിറ്റി ഫേം. അതായത് അവിടെ ഡെപ്റ്റ് ഒന്നും ഉണ്ടാവാനായിട്ട് പാടില്ല. ദിസ് കമ്പനി യൂസസ് ഓൺലി ഇക്വിറ്റി ക്യാപിറ്റൽ. അതാണ് ഒന്നാമത്തെ അസംഷനായിട്ട് പറയുന്നത്. സെക്കൻഡ് വൺ, റീറ്റെയിൻഡ് ഏർണിങ്സ് ആർ ദ ഓൺലി ദ സോഴ്സ് ഓഫ് ഫിനാൻസിങ് ദ ഇൻവെസ്റ്റ്മെൻറ്റ്. നമുക്ക് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി വന്നാൽ അത് എക്സ്പ്ലോയിറ്റ് ചെയ്യാനായിട്ട്, അതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താനായിട്ട് ആകെയുള്ള ഒരു സോഴ്സ് ഓഫ് ഫണ്ട് എന്ന് പറയുന്നത് റീറ്റെയിൻഡ് ഏർണിങ്സ് മാത്രമായിരിക്കണം. വേറെ ഒന്നും നമ്മൾ ഡിപ്പെൻഡ് ചെയ്യാനായിട്ട് പാടില്ല. എന്താ റേറ്റ് ഓഫ് റിട്ടേൺ ഈസ് കോൺസ്റ്റൻറ്റ്. നമ്മൾ കഴിഞ്ഞ മോഡലിൽ പഠിച്ചോളം തന്നെ R എന്ന് പറയുന്നത് എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിട്ടിരിക്കണം. ദെൻ ദ ഗ്രോത്ത് റേറ്റ് ഓഫ് എ ഫേം, ദാറ്റ് ഈസ് G ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് റിട്ടൻഷൻ റേഷ്യോ ആൻഡ് ഇറ്റ്സ് റേറ്റ് ഓഫ് റിട്ടേൺ. അതായത് ഒരു കമ്പനിയുടെ ഗ്രോത്ത് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഈ ഇക്വേഷൻ ഉപയോഗിച്ചിട്ടായിരിക്കണം. G ഈസ് ഈക്വൽ ടു B ഇൻറ്റു R. ഒരു കമ്പനിയുടെ ഗ്രോത്ത് റേറ്റ് നമ്മൾ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താ ഗ്രോത്ത് റേറ്റ് എന്ന്. ആ ഗ്രോത്ത് റേറ്റ് കണ്ടുപിടിക്കുന്നത് B ഇൻറ്റു R ആയിരിക്കണം. B എന്ന് പറഞ്ഞാൽ റിട്ടൻഷൻ റേഷ്യോയും R എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് റിട്ടേണും. അത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്താലാണ് നമുക്ക് G കിട്ടേണ്ടത്. ഓക്കെ, അപ്പോൾ G ഈസ് ഈക്വൽ ടു B ഇൻറ്റു R ആയിരിക്കണം എന്നാണ് നമ്മുടെ ഈ മോഡലിൽ അടുത്ത അസംഷനായിട്ട് വരുന്നത്. then the cost of capital is constant and it is more than growth rate. നമ്മൾ നേരത്തെ എന്ത് കോൺസ്റ്റൻ്റ് ആണെന്ന് പറഞ്ഞു? R കോൺസ്റ്റൻ്റ് ആണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും കോൺസ്റ്റൻ്റ് ആയിരിക്കണം. പ്ലസ് ഒരു കണ്ടീഷനും കൂടിയുണ്ട്, നമ്മുടെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ നമ്മുടെ ഗ്രോത്ത് റേറ്റിനേക്കാൾ കൂടുതലുമായിരിക്കണം. ഓക്കെ, then the firm has long life. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അതേ അസംഷൻ തന്നെ ലോങ് ലൈഫ് ഉണ്ടായിരിക്കണം. കോർപ്പറേറ്റ് ടാക്സ് ഡു നോട്ട് എക്സിസ്റ്റ്. കമ്പനികൾക്ക് അപ്ലിക്കബിൾ ആയിട്ടുള്ള കോർപ്പറേറ്റ് ടാക്സ് ഉണ്ടാവാനും പാടില്ല. അപ്പോൾ ഇത്രയ്ക്ക് അസംഷൻസ് ഉണ്ട്. ഓൾ ഇക്വിറ്റി ഫേം ആയിരിക്കണം. ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പ്ലോയിറ്റ് ചെയ്യാനുള്ള ഒരേ ഒരു സോഴ്സ് എന്തായിരിക്കണം? നമ്മുടെ റീറ്റെയിൻഡ് ഏർണിങ്സ് ആയിരിക്കണം. ദെൻ ഇത് R എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കണം. ഈ KEയും കോൺസ്റ്റൻ്റ് ആയിരിക്കണം. പ്ലസ് അത് ഗ്രോത്ത് റേറ്റിനേക്കാൾ കൂടുതലുമായിരിക്കണം. ഗ്രോത്ത് റേറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് G ഈസ് ഈക്വൽ ടു B ഇൻറ്റു R. റിട്ടൻഷൻ റേഷ്യോയും റേറ്റ് ഓഫ് റിട്ടേൺ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ G കണ്ടുപിടിക്കേണ്ടത്. കമ്പനിക്ക് ലോങ് ലൈഫ് ഉണ്ടായിരിക്കണം, കോർപ്പറേറ്റ് ടാക്സ് ഉണ്ടാകാനും പാടില്ല. അപ്പോൾ ഇത്രയ്ക്ക് അസംഷൻസ് സാറ്റിസ്ഫൈ ചെയ്താലാണ് നമുക്ക് ഗോർഡൻസ് മോഡൽ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, മാത്തമെറ്റിക്കൽ ഫോർമുല ഓഫ് ദിസ് മോഡൽ ഏത് മോഡലിൻ്റെയാണ്? നമ്മുടെ നമ്മൾ പഠിച്ചിരുന്ന ഗോർഡൻ മോഡലിലെ മാത്തമെറ്റിക്കൽ ഫോർമുലയാണ് ഞാൻ ഡിസ്കസ് ചെയ്യാനായിട്ട് പോണത്. നേരത്തെ പോലെ തന്നെ വാൾട്ടേഴ്സ് മോഡൽ പോലെ തന്നെ ഒരു ഇക്വേഷൻ തന്നെ പഠിക്കാനുള്ളൂ. P0 ഇസ് ഈക്വൽ ടു E ഇൻറ്റു 1 മൈനസ് B ഡിവൈഡഡ് ബൈ KE മൈനസ് BR. ഓക്കെ, E ഇൻറ്റു 1 മൈനസ് B ഡിവൈഡഡ് ബൈ KE മൈനസ് BR. അതിൽ കുറച്ച് ടേംസൊക്കെ നമുക്കറിയാം. P0 എന്ന് പറഞ്ഞാണെങ്കിൽ കറണ്ട് മാർക്കറ്റ് പ്രൈസ്. നമ്മൾ നേരത്തെ P പോലെ തന്നെ P0 എന്ന് എഴുതിയിട്ടുള്ള കറണ്ട് മാർക്കറ്റ് പ്രൈസ്. E എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ഉപയോഗിച്ച അതേ ടേം തന്നെയാണ് ഏർണിങ്സ് പെർ ഷെയർ.
ദെൻ ബി എന്താണ്? ബി ആണ് നമ്മുടെ റീടെൻഷൻ റേഷ്യോ. നമ്മൾ നേരത്തെ എഴുതിയിട്ടുണ്ട്, എന്നാലും ഒന്നും കൂടി എഴുതിക്കോ. ബി ഈസ് ഈക്വൽ ടു റീടെൻഷൻ റേഷ്യോ. കെ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കെ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി. ബി ആർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രോത്ത് റേറ്റ് ആണ്. ബിയും ആറും തമ്മിൽ, ബി എന്ന് പറഞ്ഞാൽ റീടെൻഷൻ റേഷ്യോ, ആർ എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് റിട്ടേൺ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താലാണ് നമുക്ക് ഗ്രോത്ത് റേറ്റ് കിട്ടുക. അതിന് വേറൊരു പേര് ബി ആർ എന്നും ഉപയോഗിക്കാം, അല്ലെങ്കിൽ ജി എന്നും ഉപയോഗിക്കാം. ദാറ്റ് ഈസ് ഗ്രോത്ത് റേറ്റ്. ഓക്കെ, ഇനി അതുവരെയുള്ള ടേംസ് അവിടെ 1 - ബി എന്ന് പറഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ നമുക്ക് എന്ത് തരും? റീടെൻഷൻ റേഷ്യോ തരും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ബി എന്ന് പറഞ്ഞിട്ട് റീടെൻഷൻ റേഷ്യോ 1ൽ നിന്ന് റീടെൻഷൻ റേഷ്യോ ലെസ് ചെയ്തിട്ട് എഴുതാം. ചിലപ്പോൾ ഡി പി റേഷ്യോ തരും. ഈ 1 - ബി തന്നെയാണ് ഡി പി റേഷ്യോ. അതായത് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്, ഡി പി റേഷ്യോയും റിട്ടൻഷൻ റേഷ്യോയും കോംപ്ലിമെൻ്ററി ടു ഈച്ച് അതർ ആണ്. രണ്ടും ആഡ് ചെയ്താൽ നമുക്ക് 100 കിട്ടണമെന്നും പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ചില ക്വസ്റ്റ്യനിൽ നേരിട്ടിട്ട് റിട്ടൻഷൻ റേഷ്യോ തരും. അപ്പോൾ നമ്മൾ ഇക്വേഷൻ പ്രകാരം എന്ത് എഴുതിയാൽ മതി? 1 - എത്രയാണോ റിട്ടൻഷൻ റേഷ്യോ അത് എഴുതിയാൽ മതി. ചില പ്രോബ്ലത്തിൽ റിട്ടൻഷൻ റേഷ്യോ തരാണ്ട് നമുക്ക് എന്ത് തരും? ഈ ഡി പി റേഷ്യോ തരും. അപ്പോൾ ഈ 1 - ബി എന്ന് പറയുന്ന സ്ഥലത്ത് എന്ത് എഴുതിയാൽ മതി? ആ ഡി പി റേഷ്യോ എഴുതിയാൽ മതി. കാരണം 1 - ബി എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? ഡി പി റേഷ്യോ തന്നെയാണ്. അപ്പോൾ ക്വസ്റ്റ്യനിൽ ഡി പി റേഷ്യോ നേരിട്ട് തന്നിട്ടുണ്ടെങ്കിൽ ആ 1 - ബിയിൽ അവിടെ എന്തെന്ന് എഴുതാം? ഡി പി റേഷ്യോ എഴുതാം. റീടെൻഷൻ റേഷ്യോ ആണെങ്കിൽ നമ്മൾ ഈക്വേഷൻ പ്രകാരം 1 - എത്രയാണോ റീടെൻഷൻ റേഷ്യോ ആ റേഷ്യോ ഇതിൽ എഴുതിയാൽ മതി. അതൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. വേറെ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകളൊന്നുമില്ല. 1 - ബി എഴുതുമ്പോൾ മാത്രം റീടെൻഷൻ റേഷ്യോ ആണോ ഡി പി റേഷ്യോ ആണോ നോക്കിയിട്ട് അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് എഴുതേണ്ടതായിട്ട് വരും. ഓക്കെ, താങ്ക് യു.